കുപ്രചാരണങ്ങൾ കൊണ്ടും വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ടും ഊതി വീർപ്പിച്ച മോദി ബലൂണിന്റെ കാറ്റുപോയി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ ഇതിനെ ശരിവെച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറകാല പ്രഭാകരന്റെ അവലോകനം. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സൗത്ത് ഇന്ത്യയിൽ TDPയുടെ സഹായത്താൽ ആന്ധ്രയിൽ ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്നാണ് സൂചന. ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട വളരെയേറെ ജനങ്ങളുള്ള നോർത്ത് ഇന്ത്യയിലും BJPയുടെ അവസ്ഥ വളരെ വേഗം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറകാല പ്രഭാകരന്റെ അനുമാനമനുസരിച്ച് BJPക്ക് മാക്സിമം കിട്ടാവുന്നത് 220 മുതൽ 230 വരെ സീറ്റുകൾ മാത്രമാണ്. I think the BJP will be somewhere around 220 and 230. That's my feeling. അത് വളരെ ഉദാരമായുള്ള അനുമാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. That is, a very generous kind of a reading of the situation. BJP 220 സീറ്റിൽ താഴെ പോകാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹം കാണുന്നു. It could even go a little below 220. അദ്ദേഹത്തിന്റെ അനുമാനത്തിൽ BJPയുടെ സഖ്യകക്ഷികൾക്ക് പരമാവധി കിട്ടാവുന്നത് 35 മുതൽ 43 വരെ സീറ്റുകളാണ്. NDA partners, I think, will be somewhere around 35 to 42, 43. അങ്ങനെ NDAക്ക് മൊത്തമായി 255നും 265നും ഇടയ്ക്ക് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. So if you take the NDA inclusive of the BJP, you're then talking of 220, 230 for the BJP, plus 35 more for the rest of the NDA, which is a total of 255 to 265. ഇതിന്റെ പ്രതിഫലനമാണ് മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ. ഒരു പ്രധാനമന്ത്രിയാണെന്ന് പോലും ചിന്തിക്കാതെ വളരെ നിന്ദനീയമായ വാക്കുകളാണ് മോദിയുടെ വായിൽ നിന്നും വരുന്നത്. അതുപോലെ തന്നെ ശരത് പവാറിനെയും ഉദ്ധവ് താക്കറെയും NDAയിലേക്ക് ക്ഷണിക്കാനുള്ള കാരണവും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണെന്നുള്ള തിരിച്ചറിവാണ്. പക്ഷെ മോദിയുടെ ഈ അവസാന അടവുകൾ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോകുന്ന മണ്ണിനെ കുലശേരി കൊണ്ട് തടയാൻ ശ്രമിക്കുന്നത് പോലെയാണെന്ന് പറയാതെ വയ്യ. അത്ര വേഗമാണ് മോദിയുടെ ചീട്ടുകൊട്ടാരം വീണുകൊണ്ടിരിക്കുന്നത്. പറകാല പ്രഭാകർ പറഞ്ഞത് ശരിയാവുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷ വയ്ക്കാം. ഇനി മറിച്ച് വീണ്ടും മോദിയും BJPയും അധികാരത്തിൽ എത്തുകയാണെങ്കിൽ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ തലച്ചോറില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് വെളിവാകുന്നത്.